ധനമന്ത്രിയുടെ ഡ്രൈവർക്കെതിരെ സ്ത്രീധന പീഡന പരാതി. ഈരാറ്റുപേട്ട സ്വദേശി മാഹിനെതിരെ പോലീസ് കേസെടുത്തു. മാഹിനും കുടുംബവും സ്ത്രീധനം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. റാഫി കരീം വിശദാംശങ്ങളുമായി. റാഫി, വളരെ ഗുരുതരമായ ആരോപണമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, ധനമന്ത്രിയുടെ ഡ്രൈവറായ മാഹിനും കുടുംബത്തിനുമെതിരെയാണ് ഇപ്പോൾ സ്ത്രീധന പീഡന പരാതി നൽകിയിരിക്കുന്നത്. 2020 മുതൽ ധനമന്ത്രിയുടെ ഡ്രൈവറായ ഭാര്യയെ ഒപ്പം മാഹിൻ്റെ കുടുംബവും മാഹിൻ്റെ ഭാര്യയെ സ്ത്രീധനം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. തൊടുപുഴ സ്വദേശിനിയായ ആഷ്നയാണ് പരാതിക്കാരി. 2020 11-ാം മാസം ആയിരുന്നു ഇവരുടെ കല്യാണം. ഇതിനുശേഷം ഈ വലിയ തുക സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് മാനസികമായി മാഹിൻ്റെ അമ്മയും ഒപ്പം സഹോദരിയും ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആഷ്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആഷ്ന ആദ്യം പരാതി നൽകിയത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലായിരുന്നു. പിന്നീട് ഈ പരാതി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും മാഹിനെതിരെ കേസെടുക്കാൻ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലുള്ള ആളുകൾ തയ്യാറായിരുന്നില്ല. പിന്നീട് ഈരാറ്റുപേട്ട കോടതിയിൽ പരാതി നൽകുകയും ഈ കോടതിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കണമെന്ന് ഈരാറ്റുപേട്ട പോലീസിനോട് ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 3-ാം തീയതി ആഷ്ന നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് പ്രധാനമായും ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, ഒപ്പം തന്നെ BNS 85 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മാഹിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും പോലീസ് മാഹിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ വിശദമായി മൊഴിയെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നോൺ ബെയിലബിൾ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടും മാഹിനെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും പോലീസ് കടന്നിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. ഏതായാലും ഈ ധനമന്ത്രിയുടെ ഡ്രൈവറായിരുന്ന മാഹിൻ 2020 മുതൽ വലിയ തുക സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്.